സാറിൻ്റെ മൂത്ത മകനും മകളും ഒക്കെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അതെ, അപ്പം മൂത്ത മകനെയും മകളെയും നമുക്ക് ആദ്യം ഈ വേദിയിലേക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഗ്രാൻഡ് ചിൽഡ്രനെയും ഇങ്ങോട്ട് വിളിക്കാം. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സാറിൻ്റെ മകൾ ഉഷ തോമസ്, ഡോക്ടർ തോമസ് മാത്യു, അവരുടെ മകൻ രഞ്ജിത്ത്. നമസ്കാരം. മൂത്ത മകളെ അല്ലേ? മൂത്ത മകള് സണ്ണിലോ അവരുടെ മകൻ. സാർ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. ഇവിടെ ട്രിവാൻഡ്രത്താണ്, സൈനിക സ്കൂളിൽ മെഡിക്കൽ ഓഫീസറാണെന്ന് പറഞ്ഞു. മാമിയുടെ പ്രൊഫസറാണ് അല്ലേ? സബ്ജക്റ്റ് എന്താണ്? എൻ്റെ സബ്ജക്റ്റ് സോഷ്യൽ വർക്കാണ്. സോഷ്യൽ വർക്ക്, അതിലാണ് PhD ആണ്. ഇപ്പോൾ കുട്ടിക്കാലമൊക്കെ മദ്രാസിലായിരുന്നിരിക്കും അല്ലേ? അല്ല, ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴയിലായിരുന്നു. തറവാട് വീട്ടിൽ. അവിടെ നിന്നാണ് പഠിച്ചതൊക്കെ? അവിടെ നിന്നാണ് പഠിച്ചത്. ശരി ശരി. ഞാൻ മദ്രാസിൽ പഠിച്ചിട്ടില്ല. ഇല്ല അല്ലേ? അപ്പോൾ മദ്രാസിൽ ജീവിതം ഉണ്ടായിട്ടില്ല. സാറ് വലിയ സംവിധായകനായിട്ട് അവിടെ നിൽക്കുമ്പോഴും അവധിക്കാലത്ത് ചെല്ലും അല്ലേ? അപ്പോൾ അവിടെ പഠിക്കാൻ പറ്റാത്തതിൽ അന്ന് വിഷമം പറഞ്ഞിരുന്നോ? അതിൽ വിഷമം ഉണ്ടായിരുന്നില്ല അല്ലേ? നാട്ടിൽ തന്നെ മതി എന്നുള്ളതായിരുന്നില്ല. അവധിക്കാലത്ത് പോകുമ്പോൾ സാറിൻ്റെ കൂടെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടക്കുന്നിടത്തൊക്കെ പോകാറുണ്ടോ? ഫ്ലോറിലൊക്കെ ഷൂട്ടിങ്? കൂടുതലും കേരളത്തിലെ ഷൂട്ടിംഗ് ആണ് കണ്ടിട്ടുള്ളത്. അവിടെയും കണ്ടിട്ടുണ്ട്, എന്നാലും കേരളത്തിൽ നടന്ന ഷൂട്ടിങ്ങുകളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ആലപ്പുഴ ഭാഗത്തൊക്കെ? ട്രിവാൻഡ്രത്ത് പിക്നിക്കിന്റെ ഷൂട്ടിങ് അതിന് പോയിട്ടുണ്ടായിരുന്നു. പിക്നിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കും സാർ, പിക്നിക്കിൽ കുറേ പിള്ളേരെ വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിന്ന് കോളേജിൽ ചേർന്ന സമയമാണ്, ഞാനിവിടെ ക്രൈസ്റ്റ് കോളേജിലാണ് ചേർന്നത്. അപ്പോൾ അവിടെയൊക്കെ അന്ന് അതൊരു വലിയ സംഭവമായിരുന്നു. അന്ന് ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ അഭിനയിക്കാൻ വന്നിരുന്നു. അതിൽ മാണി സി കാപ്പൻ പുള്ളി പ്രൊഡ്യൂസറായില്ലേ, പുള്ളിയൊക്കെ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം അവിടെ പഠിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വലിയ സ്റ്റാറായിരുന്നു അന്ന്. ഇങ്ങനെ പിക്നിക്കിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നു എന്നുള്ള രീതിയിൽ. പിൽക്കാലത്ത് പരീഷ് വൈദ്യൻ്റെ മക്കൾ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ പരിപാടിയൊക്കെ ആണോ? അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, സാറും നസീർ സാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നസീർ സാർ ഒരുപാട് പറഞ്ഞു. അപ്പോൾ നസാറായിട്ട് നല്ല അടുപ്പുണ്ടായിട്ടുണ്ടാവില്ലേ കുട്ടിക്കാലത്തേക്ക്? നിങ്ങളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടാവും, ഒരു വാത്സല്യം നിങ്ങളോടും ഉണ്ടായിട്ടുണ്ടാവുമല്ലേ സാറിൻ്റെ അല്ലേ? അവരുടെ കുടുംബമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്? സാറിൻ്റെ പെൺമക്കളൊക്കെ ആയിട്ട് അറിയുമായിരുന്നു? സാറിപ്പോൾ ജോലിയായിട്ട് സൈനിക സ്കൂളിൽ. സിനിമ എന്നുള്ള കാര്യം മറന്നാണ് മകൻ്റെ വേർപാടിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നത്. പക്ഷേ എനിക്ക് സത്യത്തിൽ എത്ര പടം ചെയ്തെന്നോ ഒരു വർഷം എത്ര പടം ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും യാതൊരു നിശ്ചയമില്ലായിരുന്നു. ഒരു മറന്ന ചാപ്റ്ററായി, കഴിഞ്ഞു പോയ ചാപ്റ്ററായിട്ട് ഇരുന്നതാണ്. പക്ഷേ എനിക്ക് നന്ദിയോടെ എൻ്റെ മരുമകനാണെങ്കിലും അനുസ്മരിക്കാനുള്ളൊരു കാര്യം, പുള്ളിയാണ് കംപ്ലീറ്റ് ഇത് രണ്ടാമത് ഒരു ഉഴുത് മറിച്ച് ജീവിതത്തിൽ എത്ര പടം ചെയ്തിട്ടുണ്ട്, എത്ര ഒരു വർഷം മാക്സിമം എന്ത് പടം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഇത് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടല്ലോ. വീട്ടിലിരുന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടാണ് എനിക്ക് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ കോളേജ് വെച്ചൊക്കെ ആക്ട് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കംപ്ലീറ്റ് ആ സംഭവങ്ങളൊക്കെ എനിക്ക് അങ്ങനെ കിട്ടി. അങ്ങനെയാണ് ലിസ്റ്റ് എങ്ങനെ എടുത്തു, എങ്ങനെ ഓർമ്മ വന്നു? സാറിന് തന്നെ ഓർമ്മയുണ്ടായിരുന്നു? വീട്ടിൽ വെച്ച് പറയും ഇങ്ങനെ, ചില സമയങ്ങളിൽ പറയാം, എപ്പോഴൊന്നും പറയത്തില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് പറയത്തില്ല. അങ്ങനെ പലപ്പോഴും പറഞ്ഞു. അതിങ്ങനെ മനസ്സിലൊരു അങ്ങനെയാണ് കൊടുത്തത്. ഇപ്പോൾ ലിസ്റ്റ് പൂർണ്ണമാണോ? ഏകദേശം ഏതാണ്ടൊക്കെ അപ്പച്ചന് തന്നെ ശരിക്കും അറിയത്തില്ല എത്ര എണ്ണം ഡയറക്റ്റ് ചെയ്തെന്നും ആരൊക്കെ. അതന്നെ, ഞാൻ ചില പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു പഴയ പടങ്ങളൊക്കെ കണ്ടു. ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കാലത്ത്, മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാലത്ത് സെക്കൻഡ് ഷോയ്ക്ക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ചരക്കുകൾ പട്ടം കൽപ്പനയല്ലേ, അപ്പോൾ ഇങ്ങനെ നമ്മളെ ലുങ്കിയൊക്കെ എടുത്താൽ പോകുന്നത് സെക്കൻഡ് ഷോയ്ക്ക്. അപ്പോൾ ആ സമയത്ത് പഴയ പടങ്ങളൊക്കെ കാണും. എൻ്റെ 2 മക്കളെ വിവാഹം ചെയ്തവരും അവരുടെ വിവാഹത്തിന് മുൻപ് എൻ്റെ ഒരുപാട് പടം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. അത് ഇവർ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർ പ്രായത്തിലുള്ളവർ കണ്ടിട്ടുണ്ടാവില്ല സാർ. അതിൽ റെസ്റ്റോസ് എന്ന് പറഞ്ഞൊരു പടമാണ്, അത് മുഴുനീളം അങ്ങ് ചിരിയാണ് ആ പടത്തിൽ. എൻ്റെ ഒരു കൂട്ടുകാരനാണ്, നിൻ്റെ ഫാദറിൻ്റെ പടമാണ് ഡോക്ടർ അയ്യപ്പൻ പിള്ള. അപ്പോൾ അയാളെ എന്നെ വിളിച്ചുകൊണ്ട് പോയി കാണാമെന്നും പറഞ്ഞു. ഞാൻ ഹോളി ക്രോസ് വർക്ക് ചെയ്യുന്ന കാലത്ത് കുറച്ച് നാൾ, ഒരു 10-20 വർഷം മുമ്പ്. അപ്പം അങ്ങനെ ആദ്യം കാണുന്നത് പടങ്ങളല്ല, പഴയ പടങ്ങളെല്ലാം ഞാൻ കണ്ടില്ല, പിക്നിക്കൊക്കെ പിന്നെയാണ് കാണുന്നത്. ഞാനിവിടെ IIMS എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നത്. MBA കോളേജാണ് വർക്ക് ചെയ്യുന്നത്.
ഒരാളുള്ളൂ? ഇല്ലല്ല, ഒരു മാളുണ്ട്. മാള് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ആള് ശ്രീമോഗയിലാണ് പഠിക്കുന്നത്. സാർക്ക് പറഞ്ഞു. അപ്പോൾ സാറ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു സാറ് ട്രിവാൻഡ്രത്ത് വന്ന് സിനിമ കംപ്ലീറ്റ് വിട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ വിടാൻ പറ്റുമോ? ഒരു സിനിമ അറിയാതെങ്കിലും സംസാരിക്കില്ല സാറ്? വിട്ടിട്ടൊന്നുമില്ലായിരുന്നു. അപ്പച്ചന് പഴയ പടമൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ അമൃതയുടെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അത് വീട്ടിൽ വെച്ച് ചെയ്തായിരുന്നു. അപ്പോഴാണ് നമ്മൾ തന്നെ പല കാര്യങ്ങളും കേൾക്കുന്നതും. അപ്പച്ചൻ ആദ്യം ഡയറക്റ്റ് ഒരു FACTയുടെ ഒരു ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയ ഡോക്യുമെന്റ്, അതൊക്കെ എനിക്ക് ആദ്യമായിട്ട് അന്ന് കിട്ടുന്നത്. അത് ഞാൻ നേരെ കൊണ്ട് വിക്കിപീഡിയയിൽ ഇട്ടു. ആണോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതിനെ പറഞ്ഞു വിക്കിപീഡിയയിലെ ഇൻഫർമേഷൻ കിട്ടുന്നത് സാറായിരിക്കും. ഞാനത് കണ്ടിരുന്നു വിക്കിപീഡിയ. പിന്നെ ആരോ അതിന് കുറേ ഇതൊക്കെ കൊടുത്തു, സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. കുറേ ഹെഡിങ്സ് എല്ലാം കൊടുത്ത വേറെ ആരുമാണ്. ഇതാരെന്ന് അറിയില്ല. എനിബഡി ക്യാൻ ഡു ദാറ്റ്. സാർ അങ്ങനെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടല്ലേ? അതൊരു വലിയ സംഭവമാണ്. എനിക്ക് അന്ന് ആരും ഡോക്യുമെന്ററി ചെയ്ത കാലമൊന്നും അല്ല അതല്ലേ? അതെങ്ങനെ FACT അവർ വിളിച്ചിട്ട് ചെയ്ത? അല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ള കാലത്ത് പിന്നെ സുബ്രഹ്മണ്യം മുതലാളിയാണ് ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു പ്രോജക്റ്റ് നീ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇത് ചെയ്തത്. ഞാനതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോസ് പ്രകാശിൻ്റെ അപ്പനായിട്ട് അഭിനയിക്കുന്നു, ഒരു കർഷകനായിട്ട്. നമ്മുടെ ആറന്മുള പൊന്നമ്മ ആണ് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അത് ക്യാമറയിലല്ലേ ഷൂട്ട് ചെയ്തത്? മറ്റേ നമ്മുടെ ആരിഫ്ലെക്സ് ക്യാമറയിലല്ലേ ഷൂട്ട് ചെയ്തത്? ആരിഫ്ലെക്സ് അന്ന് വേറെ ഒന്നും ഇല്ലല്ലോ, ഒന്ന് വീഡിയോ ഒന്നും ഇല്ലല്ലോ, ഒന്നുമില്ല അന്ന്. ആരിഫ്ലെക്സ് ക്യാമറ ഇല്ല, ഐമു ക്യാമറയിൽ ഒരു റൗണ്ടായിട്ട് അതിലാണ് സാർ. സൂമോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു സാറിൻ്റെ കാലത്ത് തന്നെ ആയിരിക്കും സൂമൊക്കെ വന്നത്. കൂടുതൽ മറ്റുള്ള പിന്നെ ലെൻസസും വന്നത് അതിനോട് കൂടെയാണ് വ്യത്യാസപ്പെട്ട്. സൂം ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് എല്ലാം സൂം വന്നു പോയി. സാർ എങ്ങനെ പൊതുവെ സിനിമാക്കാരെന്നുള്ള രീതിയിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊന്നും? സിമ്പിൾ, അങ്ങനത്തെ ജാടകളൊന്നുമില്ല. വളരെ സേവന സമ്പന്നനാണ്. എൻ്റെ ഫാദറിനെക്കാട്ടിൽ കൂടുതൽ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പക്ഷേ പ്രാർത്ഥനയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും പേഴ്സണൽ പ്രയറിന് എത്ര തിരക്കാണേലും, ഇപ്പം ഷൂട്ട് ചെയ്തിരുന്ന സമയത്താണേലും അതിനൊരു പ്രത്യേക ടൈം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആ ദൈവത്തിലുള്ള ഒരു വിശ്വാസവും ആ ശരണവും ആണ് ചിലപ്പോൾ ആ ജോലിയോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, അപ്പച്ചൻ്റെ കുട്ടിക്കാലം ഈശോസഭക്കാരുമായിട്ടും CMI ഫാദേഴ്സുമായിട്ടൊക്കെ പഠിച്ചത് കൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന മനസ്സിലൊതുങ്ങുന്നതാകല്ലോ അത് പ്രവൃത്തിയിൽ കൂടെ വരണമെന്ന്. അതുകൊണ്ട് കിട്ടുന്നതിൽ വാരിക്കോരി കൊടുക്കുന്നതിൽ ആവശ്യമുള്ളവരെ അറിഞ്ഞ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വാരിക്കോരി കൊടുക്കുന്നത് അപ്പച്ചൻ്റെ ഒരു ഹരമായിരുന്നു. അത് ഫാമിലി മെമ്പേഴ്സൊന്നുമില്ല, ഔട്ട്സൈഡ് ആരെങ്കിലും കൊടുക്കും, ഒരു കണക്കുമില്ല. ഇപ്പം ഈ പൃഥ്വിരാജിൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, മല്ലിക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സാറിങ്ങനെ ഷൂട്ടിങ്ങിന് വരും, ഓരോരുത്തരും ചോദിക്കും, എല്ലാവർക്കും കൊടുക്കും, പോകാനും ഒന്നും കാണത്തില്ല. അതുകൊണ്ട് അതൊരു എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ നില പഠിക്കാനൊത്തതും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമ്മൾക്ക് മാത്രം ഉള്ളതല്ല, മറ്റുള്ളവരുമായിട്ട് വെക്കാനുള്ളതാണെന്ന് വളരെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ കഴിക്കുമ്പോഴൊക്കെ അടുത്ത ദിവസം എടുക്കുന്ന ഷൂട്ടിങ്ങിനെ കുറിച്ചായിരിക്കും അപ്പച്ച ഓർക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമായിരിക്കും, പക്ഷേ ചിന്ത മുഴുവൻ അടുത്ത ദിവസത്തെ ആയിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ചോദിക്കുമ്പോൾ അറിയാം വേറെ അവിടെ ആയിപ്പോവും. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു സിനിമാ സംവിധാനം എന്ന് പറയുന്ന ഒരു ഭയങ്കര പാഷനായിരുന്നു. അതുകൊണ്ട് ജോലി ചെയ്യുന്നത് ഒരിക്കലും ഒരു മടുപ്പായിട്ട് കണ്ടിട്ടില്ല. എങ്ങനെ നമ്മൾ ഇത്രയും ജോലി ചെയ്തെന്ന് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരിതാണ്. അതെ, 1977 എന്തോ 15 ഫിലിംസ് ഷൂട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു 2 ആഴ്ച കൊണ്ടൊക്കെ ഒരു പടം തീർക്കാന്ന്. എന്നാൽ ഒരു കംപ്ലൈൻറ്റും വീട്ടിൽ പറയുകയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു സിനിമ ഷൂട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, പിന്നെ ആഹാരം പാകം ചെയ്യുന്നതിലും ഒരു വളരെ ആർട്ടിസ്റ്റാണ്. അതായത് ഫ്രിഡ്ജ് ഉണ്ടാകുന്ന കാലത്തിന് മുമ്പ് തന്നെ അപ്പച്ചൻ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഫ്രിഡ്ജ് ഇല്ലാതെ. ആണോ? അതൊക്കെ പഠിച്ചു സാർ. വൈഫ് നല്ല കുക്കായിരുന്നു? ഇല്ല, വൈഫ് എന്നെ പോലെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ രണ്ടുപേരും 2 കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആഹാരം ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. പ്രിയങ്കരമായ ആഹാരം ഇത് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഷൂട്ടിംഗ് ഉള്ള ദിവസവും പോലും കാറെടുത്ത് രാവിലെ മാർക്കറ്റിൽ പോയി
വീട്ടിലേക്ക് ആവശ്യമുള്ള ഫിഷ് പച്ചക്കറിയും മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോവുള്ളൂ. ശരി. അപ്പം എൻ്റെ കോടമ്പാവം മാർക്കറ്റ് വിസിറ്റ് ഒരു വലിയ ടോക്കായിരുന്നു. അത് അങ്ങനെ ഒരു കാലത്ത് മാർക്കറ്റിൽ പോയിച്ചേ വരത്തുള്ളൂ എന്ന് പറയുന്നത്. സാറിന് പലരും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവും, ചാൻസ് വെച്ചൊക്കെ അവിടെ ഉണ്ടാവില്ലേ? അപ്പച്ചൻ്റെ, നമ്മുടെ നവോദയ അപ്പച്ചൻ്റെ ഇളയ മകനെ സാധാരണ കാണാറുണ്ടായിരുന്നു മാർക്കറ്റിൽ വെച്ച്. എനിക്ക് വേറെ ഒരു രസം ഉണ്ടായിരുന്നത്, രാത്രി 2 മണിക്ക് തീരുന്ന ചില ഷൂട്ടിങ്ങുള്ള ദിവസമുണ്ട്. വൈകുന്നേരത്തെ നമുക്ക് കിട്ടുന്ന ടിഫിൻ ഞാൻ കഴിക്കാറില്ല, പൊതിഞ്ഞ് വയ്ക്കും. പൊതിഞ്ഞ് വെച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ്, അപ്പോൾ എല്ലാവരും വീട്ടുകാരത്തെയും ഈ ഇളയ മകളും ഇവിടെ ട്രിവാൻഡ്രത്താണ്, മൂത്ത മകനും മകൻ മുകളിലായിരിക്കും. ഞാൻ അവിടെ വന്ന് ഇത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ ബെല്ലടിക്കും. അവൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും, ഇളയ മോള് തൊട്ടടുത്ത ബെഡ്റൂമിൽ നിന്ന് വരും, വീട്ടുകാരത്ത് വരും. ഞങ്ങളിരുന്ന് അവിടെ ഈവനിങ്ങിൽ ഇത് വന്നിട്ടുള്ള ബ്രേക്കിൽ കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങളും എല്ലാം കൂടെ തിരിച്ചു നേരം ജസ്റ്റ് ഒരു കൊച്ചിനെ ഷെയർ ചെയ്യാനായിട്ട് അത്രയും കാണുകയില്ല, എന്നാലും അതൊരു സന്തോഷമായിട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ബന്ധപ്പെട്ടിരുന്ന വീട്ടുകാരത്തെയും മകനും വേർപെട്ട് പോയതിനുള്ള ചിലപ്പോൾ ദുഃഖം ഉണ്ടാകുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുമ്പോഴാണ്. അല്ല, അത് ജീവിതത്തിന്റെ ഭാഗം. അതെ അതെ അതെ.